ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടുഡേയ്സ് ഇൻസൈറ്റ്സ് വിത്ത് മീ ഫാത്തിമ. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് ഓവർ തിങ്കിങ്ങിനെ കുറിച്ചാണ്. നമ്മൾ ഈ പലർക്കുള്ള ഒരു ശീലമാണല്ലേ ഓവർ തിങ്കിങ്. ഇങ്ങനെ അധികമായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. ശരിക്കും പറഞ്ഞാൽ അത് അത്ര നല്ല പരിപാടിയല്ല കേട്ടോ. ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ഓവറായിട്ട് ചിന്തിക്കുമ്പോൾ അതൊന്ന് നമ്മുടെ ഉള്ളിൽ വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. ഒരിക്കലും ഒരു കാര്യത്തെക്കുറിച്ചും അധികം അങ്ങോട്ട് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത് നല്ല കാര്യമല്ല. ഇപ്പോൾ നമുക്കറിയാം, ഈ കഥകളും നോവലുകളൊക്കെ വായിക്കുന്ന സമയത്ത് അതിൻ്റെ ഓരോ വാക്കുകളെയും ഓരോ അർത്ഥതലത്തെയും മനസ്സിലാക്കിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. അതെന്തുകൊണ്ടും നമ്മുടെ ചിന്താശേഷി വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നാൽ നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് അധികം അങ്ങോട്ട് ചിന്തിക്കാൻ പോയാൽ നമ്മുടെ തല പുകഞ്ഞില്ലാതാവും എന്നല്ലാണ്ട് അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ഈ ഓവർ തിങ്കിങ് എന്നത് ഒഴിവാക്കേണ്ട ഒന്നാണ്. പലപ്പോഴും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഓവറായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് അതുമൂലം ടെൻഷൻ, അതുപോലെ ഭയം, പേടി, ഭയങ്കര വിഷമം അങ്ങനെയെല്ലാം ഉണ്ടാവുന്നു എന്നുള്ളതല്ലാണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നീട് നമ്മൾ ചിന്തിച്ചു കൂട്ടിയതൊന്നും അല്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ്. വളരെ കാര്യമായിട്ട് ഇങ്ങനെ ഊതിപ്പെരുപ്പിച്ച് അയ്യോ എന്താണ് ഞാൻ ഇങ്ങനെ സംഭവിച്ചത്, എന്തുകൊണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു വരുമ്പോൾ അവസാനം ചിന്തിച്ചതിലൊന്നും ഒരു അന്തവും കുന്തവും ഇല്ല എന്ന് മനസ്സിലാവും. അയ്യേ ഞാൻ എന്താ എത്ര നേരം ചിന്തിച്ചു കൂട്ടിയത് എന്നൊരവസ്ഥ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ചിന്തിച്ച സമയം ശരിക്കും വേസ്റ്റ് ചെയ്യല്ലേ ചെയ്തത്. ആ ഒരു സമയം കൂടി പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുകയായിരുന്നെങ്കിൽ ശരിക്കും എത്ര നല്ലതായിരുന്നു. നമ്മുടെ തന്നെ കഴിവുകളെ വളർത്തിയെടുക്കാനും നമ്മുടെ തന്നെ ഓരോ പ്രവൃത്തികളും വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ തന്നെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാനൊക്കെ ആ ഒരു സമയം വിനിയോഗിച്ചിരുന്നെങ്കിൽ ശരിക്കും അത് എത്രത്തോളം പവർഫുൾ ആവുമായിരുന്നു അല്ലേ. നമുക്കത് എത്രത്തോളം പ്രചോദനാത്മകമായി തീരുമായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. എൻ്റെ ഒരു കാഴ്ചപ്പാടെ ഈ അന്ധവിശ്വാസം ശരിക്കും ഓവർ തിങ്കിങ്ങിൽ ഉൾപ്പെടും കേട്ടോ. കാരണം ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇല്ലാത്ത ഒരു കാര്യം ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നതല്ലേ അന്ധമായ വിശ്വാസം. അത് ഒരിക്കലും ശരിയല്ലല്ലോ. അത്തരം ചിന്താഗതികളും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഓവർ തിങ്കിങ്ങിൽ ഉൾപ്പെടും. അതായത് ഞാൻ കേട്ടിട്ടുള്ള ഒരു വിശ്വാസമാണ് കേട്ടോ. ഈ ഹെൽമെറ്റ് കണ്ടിട്ട് ഉണർന്നിട്ടുണ്ടെങ്കിൽ തലയോട്ടി കണ്ടു ഉണർന്ന പോലെയാണ്, തലയോട്ടി അപശകനാണ് അത്രേ. അതുപോലെ തന്നെ ചൂല് കണ്ടു പോകാൻ പാടില്ല. അങ്ങനെ നമ്മൾ സ്ഥിരം കേൾക്കുന്നുണ്ടാവുമല്ലോ. ഇതൊക്കെ ഈ ഓവർ തിങ്കിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ്. എന്തിനേയും സംശയ കണ്ണോടുകൂടി നോക്കിക്കാണുക എന്നത് ഓവർ തിങ്കിങ് മൂലം ഉണ്ടാവുന്ന നമ്മുടെ ഒരു പരിമിതിയാണ്. ശരിക്കും നമ്മുടെ ഒരു കുറച്ച് നേരത്തെ അല്ലെങ്കിൽ കുറച്ച് നാളത്തെ പരിശ്രമം കൊണ്ടൊക്കെ ഇത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ തന്നെ ഒന്ന് പറഞ്ഞ് പഠിപ്പിക്കുക, എന്താപ്പോൾ ഇതൊക്കെ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കൂട്ടിയിട്ട്, എന്തായാലും എനിക്ക് തന്നെ അറിയാം ലാസ്റ്റ് ഒന്നും ഉണ്ടാവാൻ പോകണില്ല, അല്ലെങ്കിൽ ഈ ചിന്തിച്ച് കൂട്ടിയതൊന്നും ആയിരിക്കില്ല സത്യം എന്ന് എനിക്ക് തന്നെ നന്നായിട്ട് അറിയാം. പിന്നെ ഞാൻ എന്തിനാ ഈ ചിന്തിക്കുന്നതെന്ന് സ്വയം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഈ ഓവർ തിങ്കിങ് മൂലം ഉണ്ടാവുന്ന പ്രോബ്ലംസ്. അതിന് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് നമുക്കൊന്നും ഉണ്ടാവുന്നില്ല, ഒരു നേട്ടവും ഉണ്ടാവുന്നില്ല, നഷ്ടം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ആ നഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ അത്രയും നേരത്തെ പ്രൊഡക്റ്റീവായിട്ടുള്ള സമയമാണ്. അത് നമുക്ക് തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനിയെങ്കിലും ആ പ്രൊഡക്റ്റീവായിട്ടുള്ള സമയം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഓവർ തിങ്കിങ് ഇല്ലാതിരിക്കണം. ഓവർ തിങ്കിങ്ങിനെ തുടച്ചു മാറ്റണം. അതിന് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഈ ഓവർ തിങ്കിങ് പ്രോസസ്സ് ഇല്ലാതാക്കാം, കൂടാതെ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യാം. താങ്ക് യു.